ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് ഗണിതത്തിന്റെ ഇന്നലെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ക്ലാസ് 3 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണിന്ന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാകും, ടീച്ചർക്ക് അതറിയാം. എങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകാം, ഉത്തരവും ചോദ്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക്. ഒന്നാമത്തെ പ്രവർത്തനം വെജിറ്റബിൾ പ്രിന്റിംഗ്. ജിനു പ്രവൃത്തി പരിചയമേളയിൽ തയ്യാറാക്കിയ വെജിറ്റബിൾ പ്രിന്റിങ്ങിന്റെ ചിത്രമാണിത്. ജിനു പ്രവൃത്തി പരിചയമേളയിലേക്ക് വെജിറ്റബിൾ പ്രിന്റിംഗ് ഉണ്ടാക്കി. അതിന്റെ ചിത്രം നിരീക്ഷിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചിത്രം നിരീക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാ നോക്കിക്കോ, ചിത്രത്തിലെ രൂപങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്ത പട്ടികയിൽ എഴുതണം. ചിത്രത്തിലെ രൂപങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് നമ്മൾ ഈ പട്ടിക പൂർത്തിയാക്കണം. എത്ര ചതുരമുണ്ട്, എത്ര ത്രികോണമുണ്ട്, എത്ര വൃത്തമുണ്ട് എന്ന് നമ്മൾ എണ്ണി എഴുതേണ്ടതാണ്. നമുക്ക് നോക്കാം. ചതുരം 7 എണ്ണം, ത്രികോണം 5 എണ്ണം, വൃത്തം 18 എണ്ണം. ആ വലിയ ചതുരമടക്കം കൂട്ടണം കേട്ടോ. അപ്പോൾ ചതുരം 7, ത്രികോണം 5, വൃത്തം 18. ഇങ്ങനെ രൂപങ്ങൾ അവിടെയുണ്ട്, ആ ചിത്രത്തിലുണ്ട്. അതെൻ്റെ മക്കൾ കൃത്യമായി എണ്ണി എഴുതിയിട്ട് ഉണ്ടാകും. അപ്പോൾ ചതുരം 7 എണ്ണം, ത്രികോണം 5 എണ്ണം, അതുപോലെ വൃത്തം 18 എണ്ണമാണുള്ളത്. അടുത്ത ചോദ്യം. ഒരേ വലുപ്പമുള്ള ത്രികോണങ്ങൾ ചേർത്ത് വച്ച് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ഉമേഷ്. എത്ര ത്രികോണങ്ങൾ ചേർത്ത് വച്ചാണ് ഈ രൂപമുണ്ടാക്കിയത്? ഒരേ വലുപ്പമുള്ള ത്രികോണങ്ങൾ ചേർത്ത് വച്ച് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ഒരു കുട്ടി. എത്ര ത്രികോണങ്ങൾ ചേർത്ത് വച്ചിട്ടാണ് ഈ രൂപമുണ്ടാക്കിയത്? അപ്പോൾ എണ്ണി നോക്കുക, എണ്ണി നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം വരുന്നത് 9 ആണ്. 9 ത്രികോണങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എണ്ണി നോക്കിയാൽ മതി കേട്ടോ, കൃത്യമായി മനസ്സിലാവും. മുകളിൽ 1 ഉണ്ട്, താഴെ 3 എണ്ണം, അതിൻ്റെ താഴെയോ 1, 2, 3, 4, 5 എണ്ണം. അപ്പം 5, 3, 8, ഏറ്റവും ടോപ്പിൽ 1, 9. 9 ത്രികോണങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം. മനു വരച്ച പാറ്റേൺ നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് യോജിച്ചത് കണ്ടെത്തി പാറ്റേൺ പൂർത്തിയാക്കുക. മനു വരച്ച പാറ്റേൺ ആണിത്. ഈ പാറ്റേണിൽ പൂർത്തിയാക്കാനുണ്ട്. നമുക്ക് ആദ്യത്തെ 3 എണ്ണേ തന്നിട്ടുള്ളൂ. 4ാമത്തത് ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തി അതെടുത്ത് അവിടെ വരച്ച് പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ടിക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. ഉത്തരം ഡി ആണ്. ഉത്തരം ഡി ആണ്. എല്ലാവർക്കും കിട്ടിയോ ഇത്? ഉത്തരം ഡി ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക. അടുത്ത ചോദ്യം. പ്രവർത്തനം 2A. സംഖ്യ കണ്ടെത്താം. വട്ടത്തിലെ സംഖ്യയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതിന് നേരെ ടിക്കിടുക. ഓക്കെ, ശരിയായതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശരിയിടണം. വട്ടത്തിൽ ഒരു സംഖ്യ കൊടുത്തിരിക്കുന്നു. ഏതാണ് സംഖ്യ? 749. ഈ 749 എന്ന സംഖ്യയെക്കുറിച്ച് ഏതാണോ കൃത്യമായി പ്രസ്താവിക്കുന്നത് ആ പ്രസ്താവനയ്ക്ക് ടിക്കിടാനാണ് പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. 700 കൂട്ടണം 9 കൂട്ടണം 40 എത്രയാണ്? 749 ആണ്. 700 കൂട്ടണം 9 കൂട്ടണം 40, ഉത്തരം 749. അതുപോലെ 600, അതുപോലെ 149 ഒന്നുകൾ. അതായത് ഓപ്ഷൻ ബിയും ഡിയുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 700ഉം 9ഉം 40ഉം 749 ആണ്. 600ഉം 149 ഒന്നും 749 ആണ്. 600ഉം 149 ഒന്നുകളും എത്രയാണ്? 749. അത് മനസ്സിലായോ? 600, 149 1 എന്ന് പറഞ്ഞാൽ 149. 600ഉം 149ഉം കൂട്ടിയാൽ 749 കിട്ടും. അപ്പോൾ 2Aയിലെ ആദ്യത്തെ പ്രവർത്തനം കഴിഞ്ഞു. അടുത്ത ചോദ്യം. വട്ടത്തിലെ സംഖ്യ അബാക്കസിൽ എഴുതുക. അബാക്കസിൽ ക്രമീകരിക്കുക. വട്ടത്തിലെ സംഖ്യ ഏതാ? 749. അബാക്കസിൽ ക്രമീകരിക്കാൻ നമുക്ക് ഇതാ നോക്കിക്കോ. 7, 4, 9. 100ൻ്റെ അടുത്ത് 7 മുത്തുകൾ, 4ൻ്റെ അടുത്ത് 4 എണ്ണം, 9ൻ്റെ അടുത്ത് 9 മുത്തുകൾ. അപ്പോൾ 10ൻ്റെ അടുത്ത് 4 എണ്ണം, പിന്നെ 1ൻ്റെ അടുത്ത് 9 എണ്ണം, 100ൻ്റെ അടുത്ത് 7 എണ്ണം. അപ്പോൾ 7 എന്ന് പറയുന്നത് 100ൻ്റെ സ്ഥാനത്ത്, 4 എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനത്ത്, 9 എന്ന് പറയുന്നത് 1ൻ്റെ സ്ഥാനത്ത്. എല്ലാം കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും സംഖ്യ? 749. 749 ആണ് അബാക്കസിൽ ഇപ്പോഴുള്ള സംഖ്യ. വരക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. 100ൻ്റെ അടുത്ത് 7, 10ൻ്റെ അടുത്ത് 4,
അതുപോലെ 1ൻ്റെ അടുത്ത് 9. ഇത്രയും എഴുതിയാൽ എന്തായി? അബാക്കസ് കംപ്ലീറ്റ് ആയി. അടുത്ത ചോദ്യം, വട്ടത്തിലെ സംഖ്യയെ അക്ഷരത്തിൽ എഴുതുക. വട്ടത്തിനകത്തൊരു സംഖ്യ ഉണ്ടായിട്ട് ഏതാണ് വട്ടത്തിനകത്തുണ്ടായ സംഖ്യ? 749 അല്ലേ? അതിന് അക്ഷരത്തിൽ എഴുതണം. എന്താ നമുക്ക് എഴുതി നോക്കാം. 749. 749. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സംഖ്യാ പാറ്റേണിൽ അല്ലാത്തത് ടിക്ക് ചെയ്യുക. ഈ കൊടുത്തിരിക്കുന്നതിൽ ചിലതെന്താണ്? പാറ്റേണുകളിൽ വരുന്നതാണ്. പാറ്റേണുകളാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ നോക്കിയേ, 135 135 5 140, 140 5 145, 145 5 150, പിന്നെ 155. അതൊരു പാറ്റേൺ അല്ലേ? ഇതുപോലെ കുറേ പാറ്റേൺ ഇടയിലുള്ളത്. ഒന്ന് മാത്രം പാറ്റേൺ അല്ല. ആ പാറ്റേണിലല്ലാത്തത് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഉത്തരം ഡി ആണ്. 30, 60, 100, 130, 155. ഇതെന്തിലല്ല? ഒരു പാറ്റേണിലല്ല. അതുകൊണ്ട് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് മാത്രമാണ് പാറ്റേണിൽ അല്ലാത്തത്. നമുക്ക് ടിക്ക് ഇടേണ്ട ആൻസർ അതാണ്. അടുത്ത ചോദ്യം, പ്രവർത്തനം 2B. കണ്ടെത്താം, എഴുതാം. കണക്കുപെട്ടിയിലെ സംഖ്യാകാർഡുകളും കളിനോട്ടും അബാക്കസും ഉപയോഗിച്ച് കളിക്കുകയാണ് അസ്മ. 6, 2, 8, 4 ഈ കാർഡുകൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതുക. മക്കളെ, നിങ്ങളുടെ കയ്യിൽ 4 കാർഡാണുള്ളത്. 6, 2, 8, 4 ഈ 4 കാർഡുകളും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഏറ്റവും വലുത് 864, ഏറ്റവും ചെറുത് 246. അപ്പോൾ 864 246 വലുതും ചെറുതുമായിട്ടുള്ള സംഖ്യകൾ. അപ്പോൾ വലുത് 864, ചെറുത് 246. അപ്പോൾ കൃത്യമായി കിട്ടിയിട്ടുണ്ടാകും. അടുത്ത ചോദ്യം, 364 10ന്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ആക്കിയാൽ കിട്ടുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മക്കളെ, ഇവിടെ നൽകിയിരിക്കുന്ന സംഖ്യ 364. ഈ 364 10ന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഏത് സംഖ്യയാണ്? 6. ആ 6 എന്നുള്ള അക്ക അവിടുന്ന് മാറ്റി. പകരം ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ചേർത്തു. ഏതാണ് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ? 9. അപ്പോൾ ഏറ്റവും വലിയ ഒരക്ക സംഖ്യയായ 9 6ന് പകരം വെക്കേണ്ടത്. അപ്പോൾ 364 എന്നതിന് പകരം 394 എന്ന് കിട്ടും. അപ്പോൾ 394 ശരി അല്ലാത്തതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. 394 അല്ലാത്തതിന് നേരെ ടിക്ക് ചെയ്യുക. 38 10 4 1 എന്ന് തന്നിരിക്കുന്നു. 38 10 4 1 എന്ന് പറയുന്നത് 394 അല്ല. ബാക്കിയെല്ലാം ഉത്തരം 394 വരിക. മക്കൾക്ക് ഇത് കൺഫ്യൂഷൻ ആയോ? എക്സാമിന് 364 എന്നാണ് അവിടെ തന്നിരിക്കുന്ന സംഖ്യ. എന്താണ് പറഞ്ഞത്? അതിൻ്റെ 10ന്റെ സ്ഥാനത്തെ 6 എന്ന അക്കത്തിന് പകരം എന്ത് ചേർക്കണം? ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ചേർക്കണം. ഏതാണ് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ? ഏതാണ് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ? 9. അപ്പോൾ 6ന് പകരം 9 ചേർത്താൽ 394 കിട്ടും. ആ 394 എങ്ങനെയൊക്കെ എഴുതാമെന്നാണ് ചോദ്യം. അതിൽ കറക്റ്റായിട്ടല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഏതാണ്? മൂന്നാമത്തതാണ്. 38 10 4 1 എന്നുള്ളതാണ്. ഓക്കെ, അത് 384 മാത്രമേ ആവുകയുള്ളൂ. 394 ആവില്ല. ക്ലിയർ ആണല്ലോ? ആ പ്രവർത്തനം കിട്ടി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അടുത്ത ചോദ്യത്തിലേക്ക്. അസ്മ 100 രൂപയുടെ കളിനോട്ട് ചില്ലറയാക്കി. അങ്ങനെ ചില്ലറയാക്കിയപ്പോൾ 7 നോട്ടുകളാണ് അവൾക്ക് കിട്ടിയത്. എങ്കിൽ ചുവടെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനയ്ക്ക് ടിക്കിടണം. അസ്മ 100 രൂപയുടെ കളിനോട്ട് ചില്ലറയാക്കി, അവൾക്ക് 7 നോട്ടുകൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാ നോട്ടുകളും 20ന്റെ നോട്ടുകളാണ്. അസ്മക്ക് 7 നോട്ട് കിട്ടി, 7 നോട്ടും 20ന്റെ നോട്ടാണ്. അങ്ങനെ ആവാൻ പറ്റുമോ? അന്നേരം 100 റുപ്യ ആവോ? അത് അതിൽ കൂടും അല്ലേ? അപ്പം അത് തെറ്റാണ്. രണ്ടാമത്തത്, എല്ലാ നോട്ടുകളും 10ന്റെ നോട്ടുകളാണ്. എല്ലാ നോട്ടും 10ന്റെ ആണെങ്കിൽ 7 നോട്ട് മാത്രം മതിയാ 100 റുപ്യ ആവാൻ? പോരാ, അപ്പം അതും തെറ്റാണ്.
അടുത്തത് എല്ലാ നോട്ടുകളും 50-ന്റെയും 20-ന്റെയും നോട്ടുകളാണ്. അതും തെറ്റാണ്. 50-ന്റെയും 20-ന്റെയും നോട്ട് 7 എണ്ണം ടോട്ടലാക്കിയാൽ 100 രൂപയ്ക്ക് മുകളിൽ പോകും. അപ്പം ലാസ്റ്റ് എല്ലാ നോട്ടുകളും 20-ന്റെയും 10-ന്റെയുമാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഒരു 20-ന്റെ 3 നോട്ട് അല്ലേ, 20-ന്റെ 3 നോട്ട്, 20-ന്റെ 3 നോട്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 60 രൂപയായി അല്ലേ. 20-ന്റെ 3 നോട്ട് 60 രൂപയായി. ഇനി ബാക്കി 4 10-ന്റെ നോട്ട് എന്ന് പറയുമ്പോൾ 40 രൂപ. അപ്പോൾ 60-ഉം 40-ഉം ടോട്ടൽ 100 രൂപ കിട്ടും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാ നോട്ടുകളും 20-ന്റെയും 10-ന്റെയുമാണ് എന്നുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അതിനെ ടിക്ക് ഇടുക. അടുത്ത ചോദ്യം. അസ്മ അബാക്കസിൽ മുത്തുകൾ വയ്ക്കുകയാണ്. 13 മുത്തുകളാണ് ആരുടെ കയ്യിലുള്ളത്? അസ്മയുടെ കയ്യിലുള്ളത്. ഇവ അബാക്കസിൽ വെച്ച് രൂപീകരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? നമ്മുടെ അസ്മ അബാക്കസിൽ മുത്തു വെക്കുകയാണ്. അവളുടെ കൈമ എത്ര മുത്തുള്ളത്? 13 മുത്താണുള്ളത്. ഈ മുത്തുകൾ അബാക്കസിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 139 ആണ്. കാരണം എന്താ? എങ്ങനെയാ 139 എന്ന് കിട്ടിയത്? അപ്പൊ മക്കൾക്ക് ചോദിക്കും, ടീച്ചറെ അത് 200 സംതിങ് ആയിക്കൂടെ, 200 സംതിങ് ആയിക്കൂടെ എന്ന് ചോദിക്കും ടീച്ചർ അല്ലെ മക്കള് ടീച്ചറോട്. അങ്ങനെ ആകാൻ പറ്റൂല മക്കളെ. ഏറ്റവും ചെറുത് എന്നല്ലേ ചോദിച്ചത്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് 100 സംതിങ് അല്ലേ എഴുതേണ്ടത്. അപ്പോൾ 1 അല്ലെ, ഒരു മുത്ത് മാത്രം ആദ്യത്തേൽ ഇടുക. പിന്നെ രണ്ടാമത്തേൽ നമ്മൾ 2 മുത്തായിട്ടിനെങ്കിലോ ബാക്കി എത്ര മുത്തുണ്ട്? 13 മുത്താണ് ടോട്ടലോള കൈമയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ 100-ന്റെയിൽ നമ്മൾ 1 മുത്തിട്ടു, 10-ന്റെയിൽ നമ്മൾ 2 മുത്തിട്ടു. ഇനിയും എത്ര മുത്ത് ബാക്കിയുണ്ട്? 10 മുത്ത് ബാക്കിയുണ്ട്. അത് ഏടിടാൻ പറ്റൂല. 10 മുത്തുകൾ ഒരുമിച്ച് 1-ന്റെ സ്ഥാനത്ത് ഇടാൻ പറ്റൂല. 9 മുത്തുകളാണ് 1-ലിടാൻ പറ്റുന്ന മാക്സിമം മുത്ത് അല്ലേ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ 10-ന്റെ അടുത്തേക്ക് കയറ്റണം. അങ്ങനെ 139 എന്ന് കിട്ടും. എൻ്റെ മക്കൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടി ടീച്ചർ ഒന്നുകൂടെ പറയാം. മക്കളെ, ആകെ 13 മുത്ത്. 1 മുത്ത് 100-ന്റെ സ്ഥാനത്തിട്ടു. ബാക്കി 3 മുത്തുകളാണ് എവിടെ ഇട്ടത്? നമ്മുടെ 10-ന്റെ സ്ഥാനത്തിട്ടത്. ബാക്കിയുള്ള 9 മുത്തുകൾ 1-ന്റെ സ്ഥാനത്ത് ഇട്ടു. ഇപ്പോൾ 13 മുത്തുകളും ഉപയോഗിച്ചു. നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടി. ഏറ്റവും ചെറിയ സംഖ്യയാണ് 139. അതായത് 13 മുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എത്ര? 139. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം. ജേഴ്സി വിൽപ്പന. ശ്രുതിയുടെ കടയിലെ ജേഴ്സി വിൽപ്പനയുടെ എണ്ണമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും ജേഴ്സിയുടെ വിൽപ്പനയുടെ എണ്ണം കൊടുത്തിരിക്കുന്നു. ഏത് രാജ്യത്തിൻ്റെ ജേഴ്സിയാണ് കൂടുതൽ വിറ്റത്? ടേബിൾ നോക്കുക, ഡയറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കുക. ഈസിയാണ്. ഏത് രാജ്യത്തിൻ്റെ ജേഴ്സിയാണ് കൂടുതൽ വിറ്റത്? ഉത്തരം ബ്രസീൽ. ബ്രസീലിൻ്റെ ജേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വിറ്റത്. എത്ര എണ്ണം വിറ്റു? 189 എണ്ണം വിറ്റു. അടുത്ത ചോദ്യം. ഏത് രാജ്യത്തിൻ്റെ ജേഴ്സിയാണ് ഏറ്റവും കുറവ് വിറ്റത്? അതും വളരെ ഈസിയാണ്. നോക്കുക, കണ്ടുപിടിക്കുക, എഴുതുക. ഉത്തരം ജർമ്മനി. എത്ര ജേഴ്സി വിറ്റു? 104 ജേഴ്സി വിറ്റു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക്. ഈ പട്ടികയെ അടിസ്ഥാനമാക്കി എഴുതിയ പ്രസ്താവനകൾ നോക്കൂ. ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യുക. അർജന്റീനയേക്കാൾ കൂടുതലാണ് പോർച്ചുഗലിന്റെ ജേഴ്സിയുടെ എണ്ണം. ആ പ്രസ്താവന തെറ്റാണ്. ഫ്രാൻസിന്റെ ജേഴ്സിയേക്കാൾ 7 ജേഴ്സി കൂടുതലാണ് പോർച്ചുഗലിന്റെ ജേഴ്സികളുടെ എണ്ണം എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. കാരണം നോക്കിക്കോ, ഫ്രാൻസിന്റെ ജേഴ്സി എത്ര? ഫ്രാൻസിന്റെ ജേഴ്സി 161. അതിൻ്റെ കൂടെ 7 കൂട്ടിയതല്ലേ പോർച്ചുഗലിന്റെ ജേഴ്സിയുടെ എണ്ണം 168. അതെ. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ശരിയാണ്. സ്പെയിനിനേക്കാൾ കുറവാണ് ഫ്രാൻസിന്റെ ജേഴ്സികളുടെ എണ്ണം. സ്പെയിനിന്റെ ജേഴ്സിനേക്കാളും കുറവാണ് ഫ്രാൻസിന്റെ ജേഴ്സികളുടെ എണ്ണം എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അപ്പൊ ശരിയായത് രണ്ടാമത്തേത് മാത്രമാണ്. അതിന് ടിക്ക് മാർക്ക് ഇടുക. ക്ലിയർ ആണല്ലോ? ഇത് കിട്ടീനല്ലോ എക്സാമിന്? കിട്ടിയിട്ടില്ലേ? ഈസി അല്ലേ? കുറച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. അടുത്ത ചോദ്യം. ശ്രുതി ജേഴ്സി വിൽപ്പനയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുടെ പേര് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുകയാണ്. എങ്കിൽ പോർച്ചുഗൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന രാജ്യം ഏതാണ്? പോർച്ചുഗൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഉത്തരം അർജന്റീന.
അതുപോലെ പോർച്ചുഗലിന് തൊട്ടു മുന്നേ വരുന്ന രാജ്യമാണ് ഫ്രാൻസ്. പോർച്ചുഗലിന് തൊട്ടു മുന്നേ വരുന്ന രാജ്യം ഫ്രാൻസും പോർച്ചുഗൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന രാജ്യം അർജന്റീനയും ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക്. അതിനു മുന്നേ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, സഹായനിധി. മിയയും കൂട്ടുകാരും സ്കൂൾ സഹായനിധിയിലേക്കായി സ്ഥാപിച്ച അല്ലെങ്കിൽ സ്വരൂപിച്ച നോട്ടുകളുടെ എണ്ണമാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. മിയയും കൂട്ടുകാരും സ്കൂൾ സഹായനിധിയിലേക്ക് സ്വരൂപിച്ച നോട്ടുകളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. പട്ടിക പൂർത്തിയാക്കണം. നമുക്കൊന്ന് എഴുതി പൂർത്തിയാക്കിയാലോ? സഹായനിധിയിലേക്ക് ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ആർക്കാണ്? ആദ്യം നമുക്കൊന്ന് പട്ടിക പൂർത്തിയാക്കാമേ. നോക്കിക്കോളൂ. ഇതാ ആദ്യത്തത് 4 10 രൂപ നോട്ട് മിയക്ക് കിട്ടി, 20 രൂപ നോട്ട് 2 എണ്ണം കിട്ടി, 50 രൂപ 1, 100 രൂപ 5, ടോട്ടല് 630 രൂപ. അതുപോലെ ഫിനു എന്ന് പറയുന്ന കുട്ടിക്ക് 2 10 രൂപ, 20 രൂപ ഒന്നും കിട്ടിയിട്ടില്ല, 50 രൂപ എത്രയോ കിട്ടി, 100 രൂപ ഒന്നും കിട്ടി, ടോട്ടല് 420. നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യേ. ഇതാ നോക്കിക്കോ. ഫിനുവിന് 50ന്റെ 6 നോട്ടുകളാണ് കിട്ടിയത്. ഫിനുവിന് 50ന്റെ 6 നോട്ടുകൾ കിട്ടി. ഓക്കെ, 50ന്റെ 6 നോട്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 300 രൂപയായി അല്ലേ? 50ന്റെ 2 നോട്ട് എന്ന് പറഞ്ഞാൽ 100. അപ്പം 50ന്റെ 6 നോട്ട് എന്ന് പറഞ്ഞാൽ എത്രയായി? 300ആയി. അപ്പം 300ഉം 100ഉം 300ഉം 100ന്റെ നോട്ടില്ലേ? അപ്പം 400. 400ഉം 10ന്റെ 2 നോട്ടും കൂട്ടിയാൽ 420. അതുപോലെ അടുത്ത ആൾക്ക് എത്ര പൈസ കിട്ടി? സോനുവിന്റെ കയ്യിൽ തന്നിരിക്കുന്ന നോട്ടുകളുടെ എണ്ണം എഴുതി കൂട്ടുക. എത്ര കിട്ടും? 670 കിട്ടും. അതുപോലെ ജോബിയുടെ കയ്യിൽ 100 രൂപ നോട്ട് 5 എണ്ണമാണുള്ളത്. 100 രൂപ നോട്ട് 5 എണ്ണമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സഹായനിധിയിലേക്ക് കൂടുതൽ തുക കിട്ടിയത് ആർക്കാണ്? നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സോനുവിനാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് അല്ലേ? അപ്പൊ സഹായനിധിയിലേക്ക് കൂടുതൽ തുക കിട്ടിയത് ആർക്കാണ്? സോനുവിനാണ്. എൻ്റെ മക്കൾ എക്സാമിന് എഴുതിയിട്ടില്ലേ? കിട്ടിയിട്ടില്ലേ എൻ്റെ മക്കൾക്ക്? അടുത്ത ചോദ്യം. കിട്ടിയ നോട്ടുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഏതാണ്? ടിക്ക് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന നോട്ട് നോക്കിയേ. ഈ നോട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഏത് നോട്ടാണ്? 10ന്റെ ആണോ, 20ന്റെ ആണോ, 50ന്റെ ആണോ, 100ന്റെ ആണോ? ഏത് നോട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം 100ന്റെ നോട്ടാണ്. 16 100ന്റെ നോട്ടുണ്ട്. ഇതാ ഇവിടെ നോക്കി 100ന്റെ നോട്ടുകളുടെ എണ്ണം 5 1 5 5. അപ്പോൾ 10ഉം 5ഉം 15ഉം 1ഉം 16 100ന്റെ നോട്ടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള നോട്ട് ഏതാണ്? 16 100 രൂപ നോട്ടുകളുണ്ട്. അപ്പോൾ 100 കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അരി വിതരണം. അടുത്ത ചോദ്യം എന്താണ്? അരി വിതരണം. മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അശ്വിൻ്റെയും അലിയുടെയും കടകളിൽ 4 മാസങ്ങളിലായി വിൽപ്പന നടത്തിയ അരിയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആരുടെ കടയിൽ? അശ്വിൻ്റെയും അലിയുടെയും കടകളിൽ 4 മാസമായി വിൽപ്പന നടത്തിയിരിക്കുന്ന അരിയുടെ അളവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനുവരിയിൽ 300, അലിയാണെങ്കിൽ ജനുവരിയിൽ 400, ഫെബ്രുവരിയിൽ 450 അശ്വിൻ വിറ്റു, 350 അലി വിറ്റു. മാർച്ചിൽ 250 അശ്വിൻ വിറ്റു, 500 അലി വിറ്റത്. ഏപ്രിലിൽ 550 കിലോഗ്രാം അശ്വിൻ വിറ്റു, 250 കിലോഗ്രാം അലിയും വിറ്റു. ചോദ്യം ഇതാണ്, മാർച്ച് മാസം കൂടുതൽ അരി വിൽപ്പന നടത്തിയത് ആരാണ്? മാർച്ച് മാസം നോക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ അരി വിറ്റത്? അലിയാണ്. എത്ര കിലോഗ്രാം കൂടുതൽ വിറ്റു? 250 കിലോഗ്രാം കൂടുതൽ വിറ്റു. എന്താ കാരണം? മാർച്ച് മാസത്തിൽ അശ്വിൻ ആകെ 250 വിറ്റുള്ളൂ, അലി 500 വിറ്റു. 250നേക്കാൾ എത്ര കൂടുതലാണ് 500? 250 കൂടുതൽ. 250ന്റെ കൂടെ ഒരു 250 കൂടെ കൂട്ടിയാലേ എത്ര കിട്ടുള്ളൂ? 500 കിട്ടുകയുള്ളൂ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. ജനുവരി മാസം 2 പേരും വിൽപ്പന നടത്തിയ അരിയുടെ ആകെ അളവ് എത്ര? ജനുവരി മാസം 2 പേര് ഇതാ നോക്കിക്കോ, 300 കിലോഗ്രാം അശ്വിൻ വിറ്റിട്ടുണ്ട്. ജനുവരി മാസത്തിൽ അലി 400 കിലോഗ്രാമും വിറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരി മാസം 2 പേരും വിൽപ്പന നടത്തിയ അരിയുടെ ആകെ അളവ് എത്രയാണ്? ഉത്തരം 300 കൂട്ടണം 400 സമം 700. 300 കൂട്ടണം 400 സമം 700 അവിടെ നടത്തിയ ആകെ അരി വിൽപ്പന. ക്ലിയർ ആണോ? ഇനി 2 പേരും ഓരോ മാസവും വിൽപ്പന നടത്തിയ അരിയുടെ ആകെ അളവ് കണക്കാക്കിയപ്പോൾ ചില മാസങ്ങളിൽ അത് തുല്യമാണെന്ന് കണ്ടെത്തി.
ഏതെല്ലാം മാസങ്ങളിലാണ് അരിയുടെ അളവ് അവർ വിറ്റ അരിയുടെ അളവ് തുല്യമായത്? നമുക്ക് നോക്കിയേ, ഒന്ന് തൊട്ട് മുന്നേ നോക്കിയേ. ജനുവരിയിൽ അരി എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടല് 300 400 കൂട്ടുക, എത്ര കിട്ടും? 700 കിട്ടും. അതുപോലെ ഫെബ്രുവരിയിലത്തെ കൂട്ടി നോക്കുക, മാർച്ചിലത്തെ കൂട്ടി നോക്കുക, ഏപ്രിലത്തെ കൂട്ടി നോക്കുക. ഇങ്ങനെ കൂട്ടി നോക്കുന്ന സമയത്ത് ഏതൊക്കെയോ മാസങ്ങളിൽ അരിയെ വിറ്റ ആകെ അളവ് തുല്യമാണ്. അത് ഏതൊക്കെ മാസങ്ങളിൽ? ഉത്തരം ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിൽ. മക്കളതൊന്ന് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടും ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിൽ അരിയുടെ ആകെ അളവ് തുല്യമാണ്. ടോട്ടൽ അവർ രണ്ടാളും കൂടി വിറ്റ അരിയുടെ അളവ് തുല്യമാണ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. അവസാനത്തെ പ്രവർത്തനമാണ് കായികമേള. മക്കളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്കൂൾ കായികമേളക്ക് ചെസ് നമ്പർ തയ്യാറാക്കുകയാണ് ജോസഫും കൂട്ടുകാരും. സ്കൂൾ കായികമേളക്ക് ചെസ് നമ്പർ തയ്യാറാക്കുകയാണ് ജോസഫും കൂട്ടുകാരും. 100 മീറ്റർ ഓട്ടം 1 മുതൽ 50 വരെ ചെസ് നമ്പറിന് കൊടുത്തു. 200 മീറ്റർ ഓട്ടം കൊടുത്തത് 51 മുതൽ 100 വരെയുള്ള ചെസ് നമ്പേഴ്സിനാണ്. അതുപോലെ ലോങ് ജമ്പ് കൊടുത്തത് 101 മുതൽ 200 വരെയുള്ള കുട്ടികൾക്കാണ്. 101 മുതൽ 200 വരെയുള്ള കുട്ടികൾക്ക് ലോങ് ജമ്പും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ 1 മുതൽ 50 വരെ ചെസ് നമ്പർ ക്രമത്തിൽ നിർത്തി. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ 1 മുതൽ 50 വരെ ചെസ് നമ്പർ ക്രമത്തിൽ നിർത്തി. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ജോസഫ്, അവൻ വരിയുടെ മുന്നിൽ നിന്ന് 5ാമത്തെ കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ജോസഫിന്റെ ചെസ് നമ്പർ എത്ര? ആ വരിയിൽ ഏറ്റവും മുമ്പിലാണ് ആര് നിൽക്കുന്നത്? ജോസഫ് നിൽക്കുന്നത്. എവിടെ? ആ വരിയിൽ മുമ്പിൽ നിന്ന് 5ാമതായിട്ട്. അങ്ങനെയാണെങ്കിൽ ജോസഫിന്റെ ചെസ് നമ്പർ 5. ജോസഫിന്റെ ചെസ് നമ്പർ എത്ര എന്നാണ് ചോദ്യം. മുമ്പിൽ നിന്നും 5ാമതാണ് ജോസഫ്. അപ്പൊ ജോസഫിന്റെ ചെസ് നമ്പർ 5. പഠിച്ചേ? കിട്ടീനല്ലോ? ഉറപ്പല്ലേ? എക്സാമിന് എഴുതിയിട്ടുണ്ടല്ലോ. മക്കളെ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണേ. ദാ അടുത്തത് 200 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ അപർണ സ്വീകരിച്ച മാർഗങ്ങളിൽ ശരിയായവയ്ക്ക് ടിക്കിടുക. മക്കളെ 200 മീറ്റർ ഓട്ട മത്സരത്തെ കേസ് നോക്കിയേ. 51 മുതൽ 100 വരെയുള്ള ചെസ് നമ്പേഴ്സ് ആണ് പോകേണ്ടത്. 200 മീറ്റർ ഓട്ടത്തിന് 51 മുതൽ 100 വരെയുള്ള ചെസ് നമ്പേഴ്സ് ആണ് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അപർണ സ്വീകരിച്ച മാർഗം ഏതാണെന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. 100ന്ന് 51 കുറക്കാം. എന്നിട്ടോ അതിൻ്റെ കൂടെ 1 കൂട്ടാം. 100ൽ നിന്ന് 51 കുറക്കുക. കാരണം എന്താ? 51 മുതൽ 100 വരെയുള്ള ചെസ് നമ്പേഴ്സിനാണ് 200 മീറ്റർ ഓടാൻ പോകേണ്ടത്. അപ്പൊ എങ്ങനെ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കും? 100ന്ന് 51 കുറക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പം 1 കൂട്ടുക. പിന്നെ എങ്ങനെ കാണാം? 100ന്ന് ഡയറക്റ്റ് 50 കുറച്ചാലും മതി. കാരണം 51 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. 100 മുതൽ 51 വരെ എന്ന് പറയുമ്പോൾ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികളുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എങ്ങനെ കണ്ടാൽ മതി? 100ന്ന് 50 കുറച്ചാൽ മതി. 100ന്ന് 50 കുറച്ചാൽ മതി. ഉത്തരം എത്രയാണ്? 50 ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3 ഇനങ്ങളിലും പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര? 3 ഐറ്റത്തിലും പങ്കെടുത്ത കുട്ടികൾ, ഇതാണ് നമ്മുടെ ടേബിള്. ഈ 3 എണ്ണത്തിലും പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര? കാരണം 100 മീറ്റർ ഓട്ടത്തിന് പങ്കെടുത്തത് 50 ആള്, 200 മീറ്റർ ഓട്ടത്തിന് പങ്കെടുത്തത് എത്ര? 50 ആള്. അതുപോലെ ലോങ് ജമ്പിന് പങ്കെടുത്തത് എത്ര പേരാ? 100 പേരാണ്. അപ്പൊ 50ഉം 50ഉം 100ഉം കൂട്ടണം. നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? 50 കൂട്ടണം 50 കൂട്ടണം 100 സമം 200. 200 കുട്ടികളാണ് 3 ഇനത്തിലും പങ്കെടുത്തത് അല്ലെ? 3 ഇനത്തിലും എത്ര കുട്ടികൾ ടോട്ടൽ പങ്കെടുത്തു? 200 കുട്ടികൾ പങ്കെടുത്തു. ഇത്രയുമാണ് നമ്മുടെ എക്സാമിന് ചോദിച്ച ചോദ്യം. കുറച്ചൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷേ അടുത്ത തവണ ഈ തെറ്റുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കിനി മെല്ലെ അടുത്ത ക്രിസ്മസ് എക്സാമിന് ഒരുങ്ങി തുടങ്ങാം. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.